ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 12ാമത്തെ നോമ്പിന് അത്താഴത്തിന് നമുക്ക് കഴിക്കാനുള്ള ചെറിയരി കഞ്ഞും മുട്ട പൊരിച്ചതും അതേപോലെ ഉണക്കമീൻ വറുത്തരച്ച ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിക്കാണ്ട് നമ്മൾ പിന്നെ സുബി നിസ്കരിച്ചിക്കാണ്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എഴുന്നേക്കുന്നത് രാവിലെ ഒരു 9 മണി 9:30 ആ ടൈം ആയിട്ടുണ്ട്. എത്ര ഉറങ്ങിയാലും മതി വരില്ല കേട്ടോ ആ ഒരു സമയത്ത്. എന്താണെന്നറിയില്ല, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് നമ്മളെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ തീർത്ത് വെക്കും. കാരണം വൈകുന്നേരമായ ഒരു പണി എടുക്കാൻ പറ്റില്ല, നല്ല ടയേർഡാണ്. ഓരോ ദിവസം കഴിയും തോറും ടയേർഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും മോളും റെഡി ആയിക്കാണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. അതിനുശേഷം വണ്ടി വന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പലതും കണ്ട് ആശ്ചര്യപ്പെട്ടൊക്കെ ഞങ്ങളങ്ങനെ പോയിട്ടോ. പിന്നെ അതിനുശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആട്ടോ വരുന്നത്. അത് ഡ്യൂട്ടിയിൽ എനിക്ക് ഫോണും മൊബൈലൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഷെംകാക്ക നല്ല തകൃതിയായ പണിയിലാണ്. കാരണം നോമ്പ് ഇറക്കാൻ എല്ലാം ഓനായിട്ട് റെഡിയാക്കണം. ഓൻ നേരത്തെ എത്തുന്നതുകൊണ്ട് ഓനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ദിവസമായി ഞാൻ മാങ്ങ പറയുന്നു, അപ്പോൾ എന്നും മറക്കും. പിന്നെ പറയാൻ സമയത്ത് എനിക്കും ഓർമ്മ ഉണ്ടാവില്ല എന്താ പറയേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് അധിക ദിവസം മറക്കലാണ്. അപ്പോൾ ഞാൻ അധിക വ്ലോഗിലും വീഡിയോയിലൊക്കെ കാണലുണ്ട് എല്ലാവരും വീട്ടിലും നോമ്പറക്കുമ്പോൾ മാങ്ങ. എനിക്കാണെങ്കിൽ മാങ്ങക്ക് ഭയങ്കര കൊതിയാണ്. അങ്ങനെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മാങ്ങ ഉണ്ട്, അതുപോലെ ബത്തക്ക ഉണ്ട്, അതുപോലെ നമുക്ക് ചിക്കൻ കറി ഉണ്ട്. പിന്നെ 1-2 പറയുന്നുണ്ട് മാങ്ങ കൊണ്ടുവന്നതിനെ കുറിച്ചും. അതൊക്കെ എന്നോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നേരം വൈകി നീ ക്ഷീണിച്ചില്ല, നീ കുഴങ്ങുന്നുണ്ടല്ലേ ഞാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പരോട്. മൂപ്പരാണെങ്കിൽ മോളെയും വെച്ച് എല്ലാ പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ. കിച്ചണിലെ എല്ലാ കാര്യങ്ങളും മൂപ്പർ തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടേബിളിൽ എല്ലാ സാധനങ്ങളും നിരന്നുണ്ട്. ഇന്ന് പത്തിരി ഉണ്ട്, അതേപോലെ നൂലപ്പം ഉണ്ട്, പിന്നെ മൈസൂർ പഴം ഉണ്ട്, അതുപോലെ മാങ്ങ ഉണ്ട്, പിന്നെ നമ്മളെ സ്ഥിരം വാട്ടർ മെലണും അതുപോലെ കാരക്ക ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ലൈം ജ്യൂസ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, അതുപോലെ എന്താ പറയുക മുന്തിരി ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ മുന്തിരി ജ്യൂസ് ബാക്കി ഉണ്ടായപ്പോൾ അത് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കത് മതി, എനിക്കതൊക്കെ കുടിക്കാൻ ഭയങ്കര പൂതിയായിരുന്നു. കാരണം ഇന്ന് ഭയങ്കര ടയേർഡ് വെച്ചാൽ അത്രയ്ക്ക് ടയേർഡെന്ന് കേട്ടോ. ഞാനിങ്ങനെ നീച്ച് നടക്കുമോ ഇല്ലേ എന്നൊക്കെ എനിക്ക് വരുമ്പോൾ മേലേക്ക് കയറുമ്പോഴൊക്കെ എനിക്ക് ഡൗട്ട് ചെയ്യുന്നു ഞാൻ കൊഴിഞ്ഞാടുമോ എന്നൊക്കെ. അത്രത്തോളം ടയേർഡായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ക്ഷീണവും അതുപോലെ എന്താ പറയുക എല്ലാം കൂടിക്കൂടി വരിക. ക്ഷീണമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളൊന്നും അറിയുന്ന പോലില്ല. ഡ്യൂട്ടിയിലൊക്കെ ഇപ്പോൾ ഇരിക്കുമ്പോൾ കോട്ടുവായിട്ട് കൊണ്ടിരിക്കുക. കാരണം ഉറക്കമൊക്കെ വരുന്നത് എന്തോ അറിയില്ല. ഞാൻ പകലൊന്നും ഉറങ്ങാത്ത ആളാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറന്നപ്പോൾ എനിക്ക് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ആ മാങ്ങയും അതേപോലെ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവൾ താഴെ കിടന്ന് കണ്ട് എൻ്റെ വായിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മാങ്ങയെന്നൊക്കെ തോണ്ടിയിട്ട് ഞാൻ അവളെ വായിലിടയ്ക്ക് വെച്ചെടുക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവളെന്താ ഞാൻ കഴിക്കണമെന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ മാങ്ങയും ബത്തക്കയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും നൂൽപുട്ടൊക്കെ കഴിച്ച് നമ്മൾ അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ട്, അതുപോലെ തന്നെ മോളെ റെഡിയാക്കിയുണ്ട്, അവളെ കുളിപ്പിക്കാനും അവളെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പോയി നിസ്കരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോളെ കുളിപ്പിച്ച് ഓളെ റെഡിയാക്കി. കാരണം ഓളെ വൈകുന്നേരം ആകുമ്പോൾ ഞാനാണ് അധികം കുളിപ്പിക്കൽ. പിന്നെ എനിക്ക് വയ്യാത്തപ്പോഴോ സുഖമില്ലാത്തപ്പോഴൊക്കെ ക്ഷമിക്കാക്കിയും ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അവളെ കാര്യങ്ങൾ മൂപ്പരും ചെയ്യും. ഞാൻ അധികം രാത്രിയൊക്കെ മടി പിടിച്ച് കിടക്കും. എന്നെ കൊണ്ട് വയ്യ നീ ചെയ്തോന്നൊക്കെ പറയും. കാരണം അവളെ ഡയപ്പർ മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മൂപ്പരോട് പറയുമ്പോൾ മൂപ്പർ അതൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോമ്പ് ഇതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നോമ്പിങ്ങനെ ഇപ്പോൾ 13 ആയില്ലേ. അപ്പോൾ അങ്ങനെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട് ഇപ്രാവശ്യത്തെ നോമ്പ്. എന്താണെന്നറിയില്ല, നല്ല ക്ഷീണമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഇനി കുറച്ച് നേരം ഓതി കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ നോക്കാനെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഖുർആൻ ഓതി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ മോളൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഓളാണെങ്കിൽ അവളെ തോർത്താൻ വെച്ചിട്ടുള്ള മുണ്ടും വെച്ചിക്കാണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓളെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കിടക്കാൻ പോവേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വേണം കേട്ടോ. ഓക്കെ, ബായ്.